അന്ന് ഏതാണ്ട് 26ഓളം പേരെ കൊലപ്പെടുത്തിയ തീവ്രവാദികളെ ഇനിയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ തീവ്രവാദികൾക്ക് അടുത്താണ് സൈന്യം എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുവെന്നും വാർത്തകൾ വരുന്നു. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. ആഷ്മി, യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ കുറച്ചുകൂടി തീവ്രമാക്കിയിട്ടുണ്ട്, വ്യാപകമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? ഉറപ്പായും നമ്മുടെ 26 നിരപരാധികളെ കൊന്നൊടുക്കിയ ആ തീവ്രവാദികൾ, ആ കൊടും ഭീകരവാദികൾ, അപരാധികൾ ചില്ലറക്കാരല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ്. അതിന് കാരണം ഹാഷിം മൂസ എന്ന് പറയുന്ന അതിലെ ഒരു അംഗം ഈ പറയുന്ന പാകിസ്ഥാന്റെ പരിശീലനം കിട്ടിയ അവരുടെ പാരാട്രൂപ്പ് കമാൻഡോ ആണ് എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ. അപ്പോൾ കൃത്യമായി ഈ കൊടുംവനാന്തരങ്ങൾ ഒളിച്ചിരിക്കാനുള്ള കൃത്യമായി പരിശീലനം കിട്ടിയ ആളാണ്. എന്തായാലും അവർ എത്രത്തോളം പരിശീലനം കിട്ടിയവരാണെങ്കിൽ, ഇത്തരം നികൃഷ്ട പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം പരിശീലനം കിട്ടിയവരാണെങ്കിൽ കൂടിയും നമ്മുടെ സൈന്യം തൊട്ട് പിന്നാലെ ഉണ്ട് എന്ന് തന്നെയാണ് SK മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ കുൽഗാം വനമേഖലയ്ക്ക് വെച്ച് ഒരു ഏറ്റുമുട്ടലിനോളം പോകുന്ന അത്രത്തോളം പ്രോക്സിമിറ്റിയിലേക്ക് എത്തിയിരുന്നു സൈന്യം അവർക്കെതിരെ. പക്ഷേ അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് അതിനടുത്തൊരു വനമേഖലയിലേക്ക് നീങ്ങിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കുൽഗാമിൽ നിന്ന് അവർ നീങ്ങിയ വനമേഖലയിൽ അവർക്ക് തൊട്ട് പിന്നാലെ തന്നെ സൈന്യമുണ്ട്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള സമാനമായ ഒരു വലിയൊരു കോമ്പിംഗ് ഓപ്പറേഷൻ എല്ലാ ഇന്റലിജൻസ് ഔട്ട്പുട്ടും പ്രദേശവാസികളുടെ കിട്ടുന്ന വിവരങ്ങളും ഗോത്രവിഭാഗങ്ങളിൽ കിട്ടുന്ന വിവരങ്ങളും ഒക്കെ ചേർത്ത് ഒരു സംയുക്തമായ വലിയ ഓപ്പറേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാത്തതിന് കാരണം ഈ പറയുന്ന രീതിയിൽ മീഡിയ അഡ്വൈസർ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പായും പറയാം, അവർ രക്ഷപ്പെട്ടു പോയിട്ടില്ല. അവർ ഈ പറയുന്ന പഹൽഗാമിന് ചുറ്റും നിൽക്കുന്ന അതിവിശാലമായ ഏക്കർ കണക്കിന് കിടക്കുന്ന വനമേഖലയിൽ നിന്നും, അവിടെ കൊടും പൈൻമരക്കാടുകളാണ്, നിബിഡ വനമാണ്, കൊടും വനമാണ്. അപ്പോൾ ആ വനമേഖലയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോയിട്ടില്ല. അതൊരു ചുറ്റും ഒരു മതിൽ പോലെ നമ്മുടെ സേനാംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഏതായാലും ആ മേഖല വിട്ടുപോയിട്ടില്ല. അവരിലേക്ക് സീറോ ഇൻ ചെയ്യാനുള്ള നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് സുരക്ഷാ സേന ഒരു പ്രധാനപ്പെട്ട ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷൻ പുരോഗമിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുമ്പോഴും എന്താണ് അതൊന്നും പറയുന്നില്ല. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ഒരുപക്ഷെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നാണ് SK പറയേണ്ടത്. അല്പസമയത്തിനകം അതിനൊരു അപ്ഡേറ്റ് കിട്ടും. അതിനിടയിൽ നേവിയുടെ ഏറ്റവും പുതിയൊരു ഫേസ്ബുക്ക് ഒരു എക്സ്പോസ് വരുന്നത് ഇങ്ങനെയാണ്: SK ഫ്യൂവലിംഗ് ദ മാരിടൈം മൈറ്റ്, നോ മിഷൻ ടു ഡിസ്റ്റന്റ്, നോ സീ ടു വാസ്റ്റ്. ഒരു ദൗത്യം അകലെയല്ല, ഏതെങ്കിലും ഒരു കടൽ അപ്രാപ്യമാണ്, അങ്ങനെ അത്രയും വിശാലവുമല്ല അതിവിശാലവുമല്ല എന്ന് നേവി പറയുന്നു. ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗവും പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് നേർക്കുനേർ നേവി പറയുന്നില്ലെങ്കിലും അങ്ങനെ നമ്മുടെ എല്ലാ സേനാ വിഭാഗങ്ങളും കര, വ്യോമ, നാവികസേനകളൊക്കെയും അവരുടെ ഒരു കമാൻഡിന് വിളിപ്പുറത്ത് ആക്ട് ചെയ്യാൻ സജ്ജമായി നിലയുറപ്പിച്ചിരിക്കുന്നു വേണം മനസ്സിലാക്കാൻ. SK അതോടൊപ്പം തന്നെ നമ്മുടെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ വിലാപങ്ങളുടെ സ്വരം കൂടുതൽ ഉച്ചത്തിൽ ഉയരുന്നുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്ക് അവരുടെ വിദേശകാര്യമന്ത്രി, അവരുടെ വാർത്താവിനിമയ മന്ത്രി വാർത്താ സമ്മേളനം, പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം, ഞങ്ങളെ അടിച്ചാൽ ഏതാണ് തിരിച്ചടിച്ചു കളയുമെന്നൊക്കെയുള്ള വലിയ ഭീഷണി. ഏറ്റവും ഒടുവിൽ വരുന്ന അവരുടെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിന്റെ പ്രതികരണമാണ്. ഇഷാഖ് ദർ പറയുന്നത് പാകിസ്ഥാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യില്ല, പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് അടിക്കും തുടങ്ങിയ ഒരു ഭീതിയുടെ പ്രതിച്ഛായയിൽ അല്ലെങ്കിൽ ഒരു ഭീതിയുടെ ഛായയിൽ നിൽക്കുന്ന പ്രതികരണങ്ങൾ അവർ തുടരുന്നുണ്ട്. ഒരു ശ്രീനഗറിൽ കിട്ടുമ്പോൾ, ഇവിടുന്ന് ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ചില മൂവ്മെന്റുകൾ കാണുമ്പോൾ കിട്ടുന്ന ഫീൽ എന്തോ എത്രയും പെട്ടെന്ന് സംഭവിക്കാനിരിക്കുന്നു. SK ഓക്കെ, നമുക്കിപ്പം ചേർന്ന ആഷ്മി താജ് ഇബ്രാഹിമാണ് ശ്രീനഗറിൽ നിന്ന്. എന്നാൽ നിർണായകമായ നീക്കമാണ് തീവ്രവാദികളെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ സേന നടത്തുന്നത്. സേനയ്ക്ക് തൊട്ടരികിൽ തന്നെ ഈ തീവ്രവാദികളുണ്ട് എന്നുള്ള ചിന്തയുണ്ട്. മാത്രമല്ല അവരെ രക്ഷപ്പെട്ടു പോയില്ല എന്ന് പറയുന്നു.